ഹായ് ഓൾ, അസെൻ്റ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പോലീസ് ഡ്രൈവറിൻ്റെ നമ്മുടെ PYQ സെക്ഷനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ PYQ സെക്ഷൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ PYQൻ്റെ സെറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW എന്നാൽ അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചത്. എന്താണ് ഒരു വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാൽ അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എന്താണ് നമ്മൾ പഠിച്ചത്? എന്താണ് വാഹനത്തിൻ്റെ ഭാരവും വാഹനത്തിൽ കയറ്റാൻ പറ്റുന്ന ലോഡിൻ്റെ ഭാരവും മൊത്തമായിട്ടുള്ള ഭാരത്തെ പറയുന്നതാണ് GVW നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ എന്തൊക്കെയാണല്ലേ, വാഹനത്തിൽ കയറ്റുന്ന ലോഡിൻ്റെ മാത്രം ഭാരം ആണോ, വാഹനത്തിൽ കയറ്റുന്ന ലോഡിൻ്റെ മാത്രം ഭാരം അതല്ലല്ലേ, അപ്പോൾ അത് തെറ്റ്. രണ്ടാമത്തെ എന്താണ്, വാഹനവും ലോഡും കൂടിയുള്ള ഭാരം, വാഹനവും ലോഡും കൂടിയുള്ള ഭാരം അത് തന്നെയാണല്ലേ നമ്മൾ പഠിച്ചത്. എന്താണ് വാഹനത്തിൻ്റെ ഭാരവും പ്ലസ് അതിൽ കയറ്റാൻ പറ്റുന്ന ലോഡിൻ്റെ ഭാരവും അത് മൊത്തമായിട്ടുള്ളതാണ് എന്ത് GVW എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള വാഹനവും ലോഡും കൂടിയുള്ള ഭാരം ഇതാണെന്ത് ഇതിൻ്റെ ആൻസർ ആയി വരുന്നത്. എന്താണ് GVW അല്ലേ. അപ്പം അതിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ULW അൺലോഡഡ് വെയിറ്റ്. അൺലോഡഡ് വെയിറ്റും ഇതിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തേലും അൺലോഡഡ് വെയിറ്റ്, അൺലോഡഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ മാത്രം ഭാരം, വാഹനത്തിൻ്റെ മാത്രം ഭാരം. അങ്ങനെ ആ വാഹനത്തിൽ ലോഡോ അതിൽ നമ്മളെ ഡ്രൈവറോ അല്ലെങ്കിൽ അതിലുള്ള സഹായിയോ അങ്ങനെ ഒന്നുമില്ലാത്ത വാഹനത്തിൻ്റെ മാത്രം ഭാരമാണ് അൺലോഡഡ് വെയിറ്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. GVW ആണെങ്കിൽ ആ വാഹനവും വാഹനത്തിൽ കയറ്റാൻ പറ്റുന്ന നമ്മൾ RCയിൽ പറഞ്ഞിരിക്കുന്ന എത്രയാണോ പരിമിതമായിട്ടുള്ള ലോഡ് ആ ലോഡും കൂടി മൊത്തമായിട്ടുള്ള ഭാരമാണ് GVW എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് GVW എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചത്. അപ്പം വാഹനവും ലോഡും കൂടിയുള്ള ഭാരം എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. ഇനി ചിലപ്പോൾ അടുത്തതിൽ ചിലപ്പോൾ ഈ GVWൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കും, ചിലപ്പോൾ അത് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഫുൾ ഫോം കൂടെ പഠിച്ചേക്കണം. എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാണ് എന്ത് GVWൻ്റെ ഫുൾ ഫോം. എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാണ് GVWൻ്റെ ഫുൾ ഫോം എന്ന് ഓർത്ത് വെക്കുക. ULWൻ്റെ ഫുൾ ഫോം എന്താ വെച്ചാൽ അൺലോഡഡ് വെയിറ്റ് എന്നും നോക്കി വെക്കുക. അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ് എന്ത്, 50 cc താഴെ എൻജിൻ കപ്പാസിറ്റി ഉള്ള ഗിയർ ഇല്ലാത്ത മോട്ടോർ സൈക്കിളുകൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു? എന്താ 50 cc താഴെയാണ് അല്ലേ, 50 cc താഴെയുള്ള വാഹനം അല്ലേ. 50 cc താഴെയുള്ള വാഹനം നമ്മൾ എന്തിലാണ് പഠിച്ചത്, കാറ്റഗറി L1 ആണ് അല്ലേ. L1 കാറ്റഗറി L1 വാഹനങ്ങളാണ് എന്ത് 50 cc താഴെ എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എന്താണ് വരുന്നത്, ഓപ്ഷൻ എ ആയിട്ടുള്ള L1 കാറ്റഗറി വാഹനങ്ങളാണെന്ന് നോക്കി വെക്കാം. ഈ 50 cc താഴെയും 45 km/h താഴെയുമുള്ള വാഹനങ്ങളാണെന്ത് ഈ L1 കാറ്റഗറിയിൽ എന്ന് പഠിക്കാം. അതിൽ തന്നെ നമ്മൾ L2 പഠിച്ചിരുന്നില്ലേ. L2 എന്തായിരുന്നു, ഈ L1ൽ പെടാത്ത 50 cc മുകളിലേക്കുള്ള എല്ലാ ഇരുചക്ര വാഹനങ്ങളും L2 കാറ്റഗറിയിലായിരുന്നു പെട്ടതില്ലേ, L2 കാറ്റഗറിയിൽ. ഇനി ഈ ഓപ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഓപ്ഷനിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, M2 ചോദിച്ചിട്ടുണ്ടല്ലേ. എന്തായിരുന്നു M2 എന്തായിരുന്നു, M2 എന്ന് പറഞ്ഞാൽ 9 അല്ലെങ്കിൽ അതിലധികമോ 9 അതിലധികമോ പാസഞ്ചേഴ്സ് യാത്രക്കാരും പ്ലസ് ഡ്രൈവറും ഒരു ഡ്രൈവറും കൂടിയിട്ടുള്ള ഒരു 5 ടണ്ണിൽ താഴെയുള്ള വാഹനങ്ങൾ, 5 ടണ്ണിന് താഴെയുള്ള വാഹനങ്ങൾ ആണെന്ത് M2 കാറ്റഗറി എന്ന് പഠിക്കുന്നത്. എന്താണ് M2 കാറ്റഗറി എന്ന് പറഞ്ഞാൽ 9 അതിലധികമോ ആൾക്കാരെ കയറ്റാനും ഡ്രൈവറും പറ്റൂല 5 ടണ്ണിൽ താഴെയുള്ള യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങളാണെന്ത് M2 കാറ്റഗറി എന്ന് പറയുന്നത് അല്ലേ. അടുത്ത ഇതിലൊരു കാറ്റഗറി ചോദിച്ചത് എന്താണ്, N3 ആണ് അല്ലേ. N3 കാറ്റഗറി അല്ലേ. N3 എന്തായിരുന്നു പറഞ്ഞത്, N3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് അല്ലേ. ലോഡൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങളെ പറയുന്നതാണ് N കാറ്റഗറി എന്ന് പറയുന്നത്. അതിൽ N3 എന്തായിരുന്നു, N3 എന്ന് പറഞ്ഞാൽ GVW നമ്മൾ പഠിച്ച ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW എന്താണ് 12 ടണ്ണിൽ
കൂടുതലുള്ള വാഹനം, 12 ടണ്ണിൽ കൂടുതലുള്ള വാഹനം, 12 ടണ്ണിന് മുകളിലേക്കുള്ള എന്താണ് ചരക്ക് കയറ്റുന്ന വാഹനങ്ങളാണെന്ത് N3 കാറ്റഗറിയിൽ പെടുന്നത്, N3 കാറ്റഗറിയിൽ പെടുന്നത് എന്ന് നോക്കി വെക്കാം. ഓക്കെ, എന്താണ് പഠിച്ചത്? N3 എന്ന് പറഞ്ഞാൽ എന്താണ്? GVW 12 ടണ്ണിന് മുകളിലാണെന്ന് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 18 വയസ്സിൽ ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ എത്ര വയസ്സ് വരെ ആ ലൈസൻസിന് സാധുത ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചത്. എത്ര വയസ്സ് വരെ ഉണ്ടാവും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും ലൈസൻസ് എടുക്കുന്നത് 18ാമത്തെ വയസ്സിലാണല്ലേ. ഈ 18ാമത്തെ വയസ്സിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര വരെയെന്നാണ് നമ്മൾ പഠിച്ചത്? 40 വയസ്സ് വരെയാണ് അല്ലേ. 40 വയസ്സ് വരെയാണ് എന്ത് നമുക്ക് ആദ്യമായിട്ട് ലൈസൻസ് കിട്ടുമ്പോൾ നമുക്ക് 40 വയസ്സ് വരെയാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യമായിട്ട് ലൈസൻസ് കിട്ടുമ്പോൾ നമുക്ക് 40 വയസ്സ് വരെയാണ്. അത് എന്തായാലും നമ്മൾ പഠിച്ചത് 18 വയസ്സ് മുതൽ 30 വയസ്സിനുള്ളിൽ നമ്മൾ ലൈസൻസ് എടുത്താൽ ആ വ്യക്തിക്ക് 40 വയസ്സ് വരെ കിട്ടൂലേ. 40 വയസ്സ് വരെ. ഇനി 30നും 50നും ഇടയിലാണെങ്കിൽ എത്ര വയസ്സ് വരെ? 10 വർഷത്തേക്കാണ് അല്ലേ. 10 വർഷത്തേക്കാണ് നമ്മൾ ലൈസൻസ് കിട്ടുകയെന്ന് പഠിച്ചു. പിന്നെ 50നും 55നും ഇടയിലാണെങ്കിൽ, 50നും 55നും ഇടയിലാണെങ്കിൽ എത്ര വയസ്സ് വരെയാണ്? 60 വയസ്സ് വരെയാണ്. 60 വയസ്സ് വരെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 60 വയസ്സ് വരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 55നും മുകളിലേക്കാണെങ്കിൽ, 5 വർഷത്തേക്കാണ് അല്ലേ. 5 വർഷത്തേക്കാണ് നമുക്ക് ലൈസൻസ് കിട്ടുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 40 വയസ്സ് വരെ എന്നായിരിക്കും അല്ലേ. 18 വയസ്സിൽ ഒരാൾക്ക് ലൈസൻസ് കിട്ടിയാൽ എത്ര കാലാവധി വരെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 40 വയസ്സ് വരെ എന്നാണ്. അത് നോക്കി വെക്കുക, ഈ എല്ലാം നോക്കി വെക്കുക. 30 വയസ്സിനുള്ളിലാണെങ്കിൽ 40 വയസ്സ് വരെയെന്നും, 30നും 50നും ഇടയിലാണെങ്കിൽ 10 വർഷത്തേക്കാണെന്നും, ഈ 50നും 55നും ഇടയിലാണെങ്കിൽ 60 വയസ്സ് വരെയെന്നും, 55ന് മുകളിലേക്കാണെങ്കിൽ 5 വർഷത്തേക്കാണെന്നും നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ത്? ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഏതെങ്കിലും ക്ലാസ് ലൈസൻസ് ആവശ്യമില്ലെങ്കിൽ അവ സറണ്ടർ ചെയ്യാനുള്ള റൂൾ ഏതാണെന്ന് ചോദിച്ചത്. സറണ്ടർ ചെയ്യാനുള്ള റൂൾ ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ് റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. 17 റൂൾ 17A അല്ലേ. CMVR റൂളിലെ 17A ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. ഒരാളെ ലൈസൻസ്, നമ്മളെ ലൈസൻസിൽ നിന്ന് ഒരു ക്ലാസ് വാഹനം, നമ്മൾ ഏത് വാഹനമാണോ നമ്മൾ ഓടിക്കുന്നില്ല, കാലാകാലത്തേക്ക് നമ്മൾ ആ വാഹനം ഓടിക്കുന്നില്ലെങ്കിൽ ആ വാഹനം നമ്മളെ ലൈസൻസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഏത് റൂള് പ്രകാരമാണ് ഒഴിവാക്കുക എന്ന് ചോദിച്ചാൽ 17A പ്രകാരമാണ്. 17A പ്രകാരമാണ്. അപ്പോൾ വെറും 17 എന്തായിരുന്നു? വെറും 17 ഒരു ക്ലാസ് വാഹനം കൂട്ടിച്ചേർക്കുകയാണ്. ഇതിലേക്ക് ഒരു ക്ലാസ് വാഹനം കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത് 17ഉം, ഒരു ക്ലാസ് വാഹനം അതിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അത് 17A ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ആൻസർ B ആണ്. എന്ത്? റൂൾ 17A ആണെന്ന് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ജോയിന്റ് RTOയെ താഴെ പറയുന്ന ലൈസൻസിങ് അതോറിറ്റിയായി പറയുന്നത് എന്താണ്? ഒരു ജോയിന്റ് RTO അല്ലേ. ജോയിന്റ് RTO അല്ലേ. ജോയിന്റ് RTO നമ്മൾ എന്താ പഠിച്ചത്? ജോയിന്റ് RTO എന്താണ്? അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റിയാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റിയാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആരായിരുന്നു? അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ A ആണ് അല്ലേ. അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റിയാണ്. അപ്പോൾ എന്താണ് ഈ ഓപ്ഷനിൽ ഒന്ന് നമ്മൾ നോക്കല്ലേ. 3 ഓപ്ഷൻ കൂടെ വേറുണ്ട്. അപ്പോൾ ഈ 3 ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മളെ ശരിയായുള്ള അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റിയാണ്. അതാരാണ്? ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ് എന്ന് നോക്കി വെക്കാം. അടുത്ത ഓപ്ഷനിൽ എന്താണ്? ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയിലെ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി ആരായിരുന്നു? ജൂനിയർ ആണല്ലേ. ജൂനിയർ ആരായിരുന്നു? ഏറ്റവും താഴെയുള്ള നമ്മളെ ജൂനിയർ ആരാണ്? ജൂനിയർ AMVA ആണ് അല്ലേ. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലേ. AMVA. അപ്പം മൂന്നാമത്തെ ഓപ്ഷനിലുള്ള ലൈസൻസിങ് അതോറിറ്റി ആരാ? ലൈസൻസിങ് അതോറിറ്റി ഏറ്റവും മുകളിലുള്ള ആളല്ലേ. അപ്പോൾ എന്താണ്? റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണെന്ത്? ലൈസൻസിങ് അതോറിറ്റി എന്ന് നോക്കിക്കുക. എന്താണ്? ലൈസൻസിങ് അതോറിറ്റി ആരാണ്? റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണെന്ന് നോക്കി വെക്കാം. പിന്നെ ആരാണ്? അസിസ്റ്റന്റ് ലൈസൻസിങ് അതോറിറ്റി. ആരാണ് അസിസ്റ്റന്റ് ലൈസൻസിങ് അതോറിറ്റി? MVI ആണ് അല്ലേ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ് അസിസ്റ്റന്റ് ലൈസൻസിങ് അതോറിറ്റി എന്ന് നോക്കി വെക്കുക.
അപ്പോൾ എന്താണ് ലൈസൻസിങ് അതോറിറ്റി, ഇതിൽ നോക്കിയേക്കേണ്ടത് ലൈസൻസിങ് അതോറിറ്റി ആണെങ്കിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റി ആണെങ്കിൽ എന്താണ് ജോയിൻറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. അസിസ്റ്റൻറ്റ് ലൈസൻസിങ് അതോറിറ്റി ആണെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി ആണെങ്കിൽ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഹെവി ആണ് അല്ലേ. ഹെവി എന്താണ്? ഹെവി ലൈസൻസ് എടുക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 20 വയസ്സാണ് അല്ലേ. 20 വയസ്സിലാണ് നമുക്ക് ഹെവി കിട്ടുക അല്ലേ. അപ്പോൾ ഇതിലൊരു ഓപ്ഷനിൽ 18 വന്നിട്ടുണ്ട്. എന്തായാലും 18 നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധിയാണ് എന്ത്? 18 വയസ്സ്. നോൺ ട്രാൻസ്പോർട്ട് നമ്മൾ 18 വയസ്സായ ഒരു വ്യക്തി നോൺ ട്രാൻസ്പോർട്ട് എടുക്കുകയും എടുത്തു കഴിഞ്ഞിട്ട് ആ നോൺ ട്രാൻസ്പോർട്ടിന് 1 വർഷം ആവുകയും ചെയ്തു കഴിഞ്ഞാലാണ് എന്ത്? 1 വർഷം ആവുകയും ആ വ്യക്തിക്ക് 20 വയസ്സാവുകയും ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഹെവി ലൈസൻസ് കിട്ടുക. ഒന്നുകൂടെ പറയാം, നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ ലൈസൻസ് 18ാമത്തെ വയസ്സിലെടുത്തിട്ട് ആ നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന് 1 വർഷമാകുകയും ആ വ്യക്തിക്ക് 20 വയസ്സ് പൂർത്തിയാകുകയും ചെയ്തു കഴിഞ്ഞാലാണ് എന്ത്? ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക എന്ന് നോക്കി വെക്കാം. ഇവിടെ 20 വയസ്സ് ഹെവി ലൈസൻസിനും 18 വയസ്സ് നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിനുമാണെന്ന് നോക്കി വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പുതിയ സ്വകാര്യ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി എത്ര വർഷമാണ്? ഒരു സ്വകാര്യ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ കാലാവധി എത്ര വർഷത്തേക്കാണ്? നമ്മൾ ആദ്യമായിട്ട് നമ്മളെ വീട്ടിൽ കാറോ ബൈക്കോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ കാലാവധി എത്ര വർഷത്തേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര വർഷത്തേക്കാണ്? നമ്മളെ വീട്ടിലോ കാറൊക്കെ എത്ര വർഷത്തേക്കാണ് കിട്ടുക? 15 വർഷത്തേക്കാണല്ലേ. ഈ 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ 5 വർഷം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വാഹനം വാങ്ങുമ്പം ആ വാഹനത്തിന് എത്ര വേണം? 15 വർഷത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുക? ആ വാലിഡിറ്റി കിട്ടുക എന്ന് നോക്കി വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ പരമാവധി അനുവദനീയമായ GVW എത്രയാണ്? ലൈറ്റ് മോട്ടോർ വെഹിക്കിളിലെ LMV ആണല്ലേ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ പരമാവധി GVW എത്രയാണെന്ന് നമ്മൾ പഠിച്ചത് എത്രയാണ്? 7500 ആണ് അല്ലേ. 7500 എന്ത്? ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ GVW എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. 7500 അല്ലേ. 7500 കിലോഗ്രാം ആണെന്ത്? ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ 3 നമ്മൾ 2 പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്ത്? മീഡിയം മോട്ടോർ വെഹിക്കിൾ അല്ലേ. മീഡിയം മോട്ടോർ വെഹിക്കിളിൻ്റെ എത്രയാണ്? 7500നും 12000 കിലോഗ്രാമിനും ഇടയിലാണെങ്കിൽ എന്താണ്? മീഡിയം മോട്ടോർ വെഹിക്കിളോ, മീഡിയം ഗുഡ്സ് വെഹിക്കിളോ, മീഡിയം പാസഞ്ചർ വെഹിക്കിളോ ആയിരിക്കും. മീഡിയം ആയിരിക്കും അല്ലേ. പിന്നെ അടുത്ത എന്താണ്? ഹെവി മോട്ടോർ വെഹിക്കിൾ ആണല്ലേ. ഹെവി മോട്ടോർ വെഹിക്കിൾ എത്രയായിരിക്കും? 12000 കിലോഗ്രാമിന് മുകളിൽ 12000 കിലോഗ്രാമിന് മുകളിലുള്ള എല്ലാ വാഹനങ്ങളും എന്തായിരിക്കും? GVW 12000 കിലോഗ്രാമിന് മുകളിലുള്ള എല്ലാ വാഹനങ്ങളും എന്തായിരിക്കും? ഹെവി മോട്ടോർ വെഹിക്കിൾ ആയിരിക്കും. 7500നും 12000 കിലോഗ്രാമിനും ഇടയിലാണെങ്കിൽ മീഡിയം മോട്ടോർ വെഹിക്കിൾ ആയിരിക്കും. 7500 കിലോഗ്രാമിന് താഴെയാണെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആയിരിക്കും എന്നും നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ന് 9ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി ദിവസം മുമ്പ് അപേക്ഷിക്കാവുന്നതാണ് അല്ലേ. എന്താണ്? ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി ദിവസം മുമ്പ് അപേക്ഷിക്കാവുന്നതാണ്. എത്ര ദിവസം മുമ്പാണ് അപേക്ഷിക്കാൻ പറ്റുക? 60 ദിവസമാണല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ. നമ്മൾ 15 വർഷം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പുതുക്കണം എന്നുണ്ടല്ലോ. ആ പുതുക്കുന്നത് എന്തായിരിക്കണം? 60 ദിവസത്തിനുള്ളിലായിരിക്കണം. അത് തീരുന്നതിന് 60 ദിവസത്തിനുള്ളിലായിരിക്കണം എന്ത്? നമ്മൾ ആ കാലാവധി തീരുന്നതിന് 60 ദിവസത്തിനുള്ളിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? 60 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ അത് പുതുക്കാൻ അപേക്ഷ കൊടുക്കേണ്ടത് എന്ന് നോക്കി വെക്കാം. അപ്പോൾ 60 ദിവസമാണെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജൂലൈയിലാണ് നമ്മളെ രജിസ്ട്രേഷൻ കഴിയുന്നതെങ്കിൽ
നമുക്കൊരു എന്ത് ചെയ്യാം, ജൂലൈ മെയ് ജൂണിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷെ ഫെബ്രുവരിയിലൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. ഈ 60 ദിവസത്തിനുള്ളിലായിരിക്കണം, 60 ദിവസത്തിന് ആ ഒരു പീരീഡിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോൺ ട്രാൻസ്പോർട്ട് വാഹനം പുതുക്കുന്നതിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത് 60 ദിവസത്തിനുള്ളിലായിരിക്കണം എന്ന് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്, 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏതായിരുന്നു നമ്മുടെ ട്രാൻസ്പോർട്ട് വാഹനം? താഴെ കൊടുത്തിരിക്കുന്നത് ട്രാൻസ്പോർട്ട് വാഹനം ഏത് എന്നാണ് ചോദിച്ചത്. ഇവിടെ ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഭാഗം നമ്മളെ PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുപോലത്തെ ഒരു മേഖലയാണ്. അതുകൊണ്ട് ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഇതിന് പല രീതിക്ക് ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇവിടുത്തെ നോക്കേണ്ടത് വാഹനം ഏത് എന്നാണ്, ഏത് പെടാത്തത് പെടുന്നത് എന്നൊക്കെ ഇതിൽ ചോദിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്ന് വെച്ചാൽ കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ കറപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിലെന്താണ്, ട്രാൻസ്പോർട്ട് വാഹനം ഏത് എന്നാണ് ചോദിച്ചത്. ഏതാണ് നമ്മളെ ട്രാൻസ്പോർട്ട് വാഹനം? പ്രൈവറ്റ് സർവീസ് വാഹനമാണ് അല്ലേ. പ്രൈവറ്റ് സർവീസ് വാഹനമാണ് നമ്മൾ ട്രാൻസ്പോർട്ട് വാഹനത്തിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്, മോട്ടോർ സൈക്കിൾ, നമ്മളെ വീട്ടിലെ മോട്ടോർ സൈക്കിൾ ട്രാൻസ്പോർട്ട് ആണോ? അല്ലല്ലേ. മോട്ടോർ കാറ്, നമ്മളെ വീട്ടിലെ കാറ് ട്രാൻസ്പോർട്ട് ആണോ? ട്രാൻസ്പോർട്ട് വാഹനമാണോ? അല്ല അല്ലേ. അപ്പോൾ ഇതിൽ കൊടുത്തത് ഏതായിരിക്കും റെഡി ആയിട്ട് വരിക? പ്രൈവറ്റ് സർവീസ് വാഹനം. ഈ ഓപ്ഷനിൽ പല ഓപ്ഷൻസും ഇട്ട് തരും. അപ്പോൾ ഈ ഓപ്ഷൻ്റെ സംഭവം നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പല രീതിയിലും പല രൂപത്തിലുമാണ് വരുന്നത്. അപ്പം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിന് ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം കറക്റ്റ് തന്നെ പഠിച്ചു പോകണം. അത് പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അത് നോക്കി വെക്കുക. പിന്നെ എന്താണ് GVWൻ്റെ ഈ ഒരു 3 എണ്ണം കറക്റ്റ് പഠിച്ചു പോവുക. അടുത്ത എന്താണ്, സ്വകാര്യ വാഹനങ്ങൾ ഹെവിൻ്റെത് 20 വയസ്സ് എന്നുള്ളത് നോക്കി വെക്കുക. ഈ റൂള്, പിന്നെ ഈ വയസ്സിൻ്റെത് കറക്റ്റ് ആക്കിയിട്ട് പഠിച്ചു പോകണം. PSC പല രീതിയിലാണ് ചോദിക്കുക. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കറക്റ്റ് തന്നെ പഠിച്ചു വെച്ച് പോകണം. ഒന്നുകൂടെ പറയാണ്, 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ആണെങ്കിൽ 40 വയസ്സ് വരെയും, 30 വയസ്സിനും 50 വയസ്സിനും ഇടയിലാണെങ്കിൽ 10 വർഷത്തേക്കും, 50 വയസ്സും 55 വയസ്സിനും ഇടയിലാണെങ്കിൽ 60 വയസ്സ് വരെയും, 55-ന് മുകളിലേക്കാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത് വെച്ചാൽ 5 വർഷത്തേക്കാണെന്ന് കറക്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കുക. ഈ L1 M2 N3ൻ്റെ കാറ്റഗറികളൊക്കെ പഠിച്ചു വെക്കുക. ഈ GVW അൺലാഡഡ് വെയിറ്റും ഒന്ന് കറക്റ്റ് പഠിച്ചു വെക്കുക. അപ്പോൾ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PSC നിരന്തരമായിട്ട് ചോദിക്കുന്നതും ഇനി ചോദിക്കുന്ന ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം കറക്റ്റ് ആക്കിയിട്ട് പഠിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലാണ് കാര്യം. PSCയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിലാണ് കാര്യം. നമ്മൾ എത്ര പഠിച്ചു എന്നതിലല്ല, ക്വസ്റ്റ്യൻ പേപ്പർ എത്ര PYQs നമ്മൾ റിവിഷൻ ചെയ്തു എന്നതിലാണ് കാര്യം. അപ്പം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഇനിയൊരു ക്ലാസ്സിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും. അപ്പം ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡ്രൈവറിൻ്റെ ജോലി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഓക്കെ, താങ്ക് യു.